வாழப்பழ தோலுரிச்சு பானையில ஊற வச்சு வானலியில் ராப்பகலா காட்சிங்க வச்சிருக்கு பார்த்தாலே தண்ணி வரும் அப்பா பாக்குறவா நாக்குலதா பாலாட்டம் ஐயோ தேனாட்டம் ஐயோ வாட வரும் மூக்குலதா நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்மன்னு ஏறுது கிக்கி எனக்கு நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்மன்னு ஏறுது கிக்கி எனக்கு நான் விட்டறிஞ்ச சல்லிய அட ஊத்துக்கிட்ட நில்லிய நான் விட்டறிஞ்ச சல்லிய ஊத்துக்கிட்ட நில்லிய குதிரை மேல ஏறி போய் வாங்க போறதில்லைய சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்மன்னு ஏறுது கிக்கி எனக்கு சாராயம் குடிச்சாக்கா அட சங்கீதம் தேனா வரும் சாராயம் குடிச்சாக்கா அட சங்கீதம் தேனா வரும் சங்கீதம் தேனா வந்தா கூடங்கீதம் தானா வரும் அடுத்தவக்களை சட்ட சகிக்களை குட்டை குளத்தில்லை கதிப்பழகளை நம்ம கிட்ட கத்துக்கோ பாத்தியற ஒத்துக்கோ எத்தனையோ வெத்தையா வச்சிருக்க பாத்துக்கோ உச்சந்தல கீடு இருக்கு உள்ளங்காலு மேல் இருக்கு நிக்கட்டுமா நடக்கட்டுமா நம்ம சிங்காரி சரக்கு சரக்கு சும்மா கும்முன்னு ஏறுது எனக்கு நான் விட்டறிஞ்ச சல்லிய அட ஊத்துக்கிட்ட நில்லிய நான் விட்டறிஞ்ச சல்லிய ஊத்துக்கிட்ட நில்லிய குதிரை மேல ஏறி போய் வாங்க போறதில்லைய சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்மன்னு ஏறுது கிக்கு எனக்கு முன்னாடி இருக்குதடா நம்ம மூக்காய் இட்லி கடை தின்னால ருசிக்குமடா இவ சூடான கீரவட இது மணக்குது என்ன மயக்குது பசி எடுக்குது பக்கம் இழுக்குது புத்தம் புது ஆப்பமா தொட்டு கொஞ்சம் பாப்பமா தின்னு போட்டு மொத்தமா துட்டு என்ன கேப்பமா சுட்ட கருவாடு இருக்கு வாத்து முட்டை வறுத்து இருக்கு அடிக்கடி நான் கடிச்சுக்கதான் நம்ம சிங்காரி சரக்கு நல்ல சரக்கு சும்மா கும்மன்னு ஏறுது கிக்கி எனக்கு நான் விட்டறிஞ்ச சல்லிய அட ஊத்துக்கிட்ட நில்லிய நான் விட்டறிஞ்ச சல்லிய ஊத்துக்கிட்ட நில்லிய குதிரை மேல ஏறி போய் வாங்க போறதில்லைய சிங்காரி சரக்கு சும்மா கும்மன்னு ஏறுது நம்ம சிங்காரி சரக்கு சும்மா கும்மன்னு ஏறுது பே 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 நம்ம சிங்காரி சரக்கு
അബി സൂപ്പർ കിടുക്കാച്ചി പെർഫോമൻസ് ആയിരുന്നു. എന്താ എനർജി, ആ പ്രസന്റേഷൻ സ്റ്റൈൽ എല്ലാം അടിപൊളി. നിന്റെ എക്സ്പ്രഷൻസ് ഇല്ലേ ചേച്ചി? എന്തായിരുന്നു ഇത്? ഇതൊരു പെർഫോമൻസ്, ഇത് എന്താ പറയാ, ഇതൊരു കോമ്പറ്റീഷൻ ആയിരുന്നില്ല, ഇതൊരു പെർഫോമൻസ് ആയിരുന്നു. അതെ, അവനങ്ങ് എൻജോയ് ചെയ്ത് കളിക്കായിരുന്നു. പിന്നെ നമ്മുടെ ഷാഹുലേട്ടന്റെ ഫേസിൽ കണ്ട സന്തോഷം, പഠിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കൊറിയോഗ്രാഫറുടെ ഒരു സന്തോഷം ഞാൻ അവിടെ ഇരുന്ന് കാണുമായിരുന്നു. കാരണം ഇവൻ അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തതിന്റെ ഒരു സന്തോഷം അവിടെ ഉണ്ടായിരുന്നു. സൂപ്പർടാ, അടിപൊളി. ഇനി ചോദിച്ചു നോക്കാം. മക്കളെ, കുഞ്ഞാടെ ആസാദടാ, ആ പാട്ടിന് വേണ്ട ഒരു ഗുമ്മുണ്ടായിരുന്നു. മറ്റേ നീ ഈ ചാരായം കുടിച്ചിട്ട് പാടുന്ന പാട്ടൊക്കെ ചിങ്കാരി ശരക് എന്നൊക്കെ പറഞ്ഞ് പാടും, അവിടെ വന്നെടുത്തിട്ട് ചവിട്ടിയാനെ. അപ്പൊ മക്കളെ എല്ലാം നന്നായിരുന്നടാ, കിടക്കാച്ചായിട്ട് പാടി. എനിക്ക് ഇപ്പൊ ഞാൻ വിട്ടെറിഞ്ഞ അതൊന്ന് പറയാമോ? ഞാൻ വിട്ടെറിഞ്ഞ സല്ലിയെ, ഞാൻ വിട്ടെറിഞ്ഞ സല്ലിയെ, സല്ലിയ എന്നാണ് ചല്ലിക്കാശ് പൈസ. ഞാൻ വിട്ടെറിഞ്ഞ സല്ലിയെ അട ഊത്തിക്കിട്ട മില്ലിയെ. കാര്യം മറ്റേ ഐറ്റത്തിനെ പറ്റിയുള്ള പാട്ടാണല്ലോ. അട ഊത്തിക്കിട്ട മില്ലിയെ, അസാധ്യമായിട്ട് ഊത്തിയടാ നീ. അടുത്തത് நான் விட்டறிஞ்ச சல்லிய ஊத்திக்கிட்ட நில்லிய ஊத்திக்கிட்ட மில்லிய குதிரை மேல ஏறி போய் வாங்க போறதில்லையே. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കുതിര മേലെ ഏറി പോയി വാങ്ങിച്ചോട്ട് വരും. എന്തോന്ന്? എടാ ഡൽഹിയെ, ദില്ലി എന്ന് പറഞ്ഞാൽ ഡൽഹിയാ കേട്ടോ. പിന്നെ ആ ഇടയ്ക്കുള്ള മറ്റേ ആ സംഗതി ബ്യൂട്ടിഫുൾ ആയിരുന്നു മോനെ. അതൊന്ന് പാടാൻ ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് കേൾക്കാം. അട സംഗീതം തേനാ വരൂ സാരായം കുടിച്ച. അത് വന്നോണം കേട്ടോ, അത്രേ ഉള്ളൂ. അതുപോലെ അവന് അടുത്ത ചരണത്തിൽ മണക്കുത്, ഇത് മണക്കുത്. ഇത് കറക്റ്റായിട്ടാ നീ പാടിയത് ഈ മുമ്പലത്തെ അനുപല്ലവിയില്. പക്ഷെ ചരണം വന്നപ്പോ മണക്കുത് അങ്ങ് എത്തിയില്ല, എന്താ അവിടെ വരെ എത്തിയില്ല, അതുകൊണ്ട് പാടിച്ചതാ കേട്ടോ. പക്ഷെ മൊത്തത്തില് രസാരം ഇതിന്റെ പെർഫോമൻസ്, ആ ഡാൻസ് ഒക്കെ നല്ല ഗ്രേസ് ആണ്. എന്നാ വലുതായിട്ട് മോകടത്ത് തുള്ളി ചാടാതെ വളരെ ബ്രില്യന്റ്. ചിലതൊക്കെ ഇങ്ങനെ എക്സ്പ്രഷൻസിലൊക്കെ അവൻ നമ്മളെ വീഴ്ത്തി കളഞ്ഞു. ഞങ്ങളൊക്കെ ഞെട്ടി. ആ ഒരു എക്സ്പ്രഷൻ കാണിച്ചാൽ ഇങ്ങനെ നേരെ പിന്നെന്താ കാണിച്ചില്ലേ? ഒരു ആയാസവും ഇല്ല, എന്നാ ഡാൻസിന് ഡാൻസുമായി ആ ഇമ്പാക്റ്റും കിട്ടി. അത് മതി മക്കളെ. അല്ലെ പാട്ട് കഴിയുന്നു പോയിട്ട് സാറായം കൂടിച്ചാക്കെന്നൊക്കെ പാടേണ്ടി വരും, അതിനൊന്നും ആവശ്യമില്ല. തിരിഞ്ഞു പിറകി പോയി നിന്നിരുന്നില്ല, അതെന്തായിരുന്നു? വെറുതെ ഇങ്ങനെ കൈ കെട്ടി പിറകി തിരിഞ്ഞിങ്ങനെ മാസിൽ വരാൻ. അതിന് വേണ്ടിട്ട് മാസാവാൻ വേണ്ടി നിന്നതാ. ഓ മരണ മാസടാ നീ. അപ്പൊ മക്കളെ അതൊക്കെ ആയാലും നമ്മളൊക്കെ ഹാപ്പിയാടാ. താങ്ക് യു സർ. ലവ് യു ചക്കരെ. ലവ് യു ടു സർ. അഭിനവ് എന്തോ മാം? അഭിനവ് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആണ് ഇന്നത്തെ. താങ്ക് യു മാം. ഓ എന്താ എക്സ്പ്രഷൻസും ആ ഭാവവും എല്ലാം കംപ്ലീറ്റ്ലി ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. എനിക്കിതൊരു കോമ്പറ്റീഷൻ ജഡ്ജ്മെന്റ് എന്നുള്ള ഫീൽ വന്നില്ല. ഞാനൊരു സ്റ്റേജ് പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരിയാണ് തോന്നിയത്. ഡാൻസ് ഞാൻ എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തു. ഞാനും അഭിനവിന്റെ കൂടെ ഇങ്ങനെ ഇവിടെ ആ പാട്ടിന്റെ എനർജിയിൽ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ ഒരു വേറെ തന്നെ മാന്ത്രികമായൊരു ലോകത്ത് എത്തിച്ചു. ഇതുപോലെ തന്നെ പാട്ടുകളിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ എക്സ്പ്രഷൻസ് അത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്ത് പാടാൻ ശ്രമിക്കുക. കാരണം ഇതിൽ ആ സ്റ്റെപ്സ് ഒക്കെ ചെയ്തിട്ട് ശ്വാസം മുട്ടാതെ വലിയ പരിക്കുകളില്ലാതെ, എന്നാലും എനിക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊന്ന് കാണിക്കുമോ? ആടിന്റെ ശബ്ദം കൂടെങ്കീതം താനാ വരൂ. അതൊക്കെ ഉണ്ട്. അതിന്റെ ലാസ്റ്റില് കുറെ ഇതുപോലെ വാരി വെതറായിരുന്നു എക്സ്പ്രഷൻസ്. സൂപ്പറായിരുന്നു. ആ ശരിക്കും നമുക്ക് ആ പിക്ചറൈസേഷനിലേക്ക് നമ്മൾ അങ്ങ് എത്തും. ശരിക്കും മോന്റെ പാട്ട് കേട്ടാലും നമുക്ക് സിനിമ ഓർമ്മ വരും. അത്ര മനോഹരായിട്ട്
പെർഫോം ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എന്റെ സൂപ്പർ സ്റ്റാറിന് ഉമ്മ. താങ്ക് യു മാം. സർ എന്ത് പറയാനാ, എന്ത് പറഞ്ഞാലും അവൻ ചെയ്തതിന്റെ അത്രയ്ക്ക് ആവില്ല. കാരണം അത്രയും ഗംഭീരമായിട്ട് നീ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്ത് ഞങ്ങൾ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യുവർ പെർഫോമൻസ് വാസ് 100% പെർഫെക്റ്റ്. താങ്ക് യു സാർ. പിന്നെ ഇത്രയൊക്കെ ചാടിയിട്ടും സംഗതികളൊക്കെ നല്ല രസമായിട്ട് വന്നു. അവിടെ ഇവിടെയൊക്കെ ചരണം അനുപല്ലവിയൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊക്കെ, അത് ഒറിജിനലിലും ചിലപ്പോൾ ആ ശ്രുതിയൊക്കെ പോയിട്ടുണ്ടാവും, കുറേശ്ശെ ചേരായിക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നാച്ചുറലായിട്ട് വരുന്നു. പക്ഷെ എല്ലാം കൊണ്ടും ചെറിയ ചെറിയ കുട്ടി കഷ്ണങ്ങൾ ഇൻ ബിറ്റ്വീൻ ചില പൊടികൾ നീ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒറിജിനൽ. അതായത് പിന്നെ ചില സ്ഥലത്ത് നീ ശ്രുതിയില്ലാണ്ട് പാടുന്നുണ്ട് ഭാവത്തിന് വേണ്ടിയിട്ട്. അവിടെയാണ് ഞെട്ടിയത്. ആ ശ്രുതിയില്ലാണ്ട് പോയിട്ട് അടുത്ത ലൈൻ കറക്റ്റ് പെർഫെക്റ്റ് പിച്ചിൽ വന്ന് വീഴുന്നു. അതെങ്ങനെയാണ്? ടോട്ടലി ഒരു എക്സ്പ്രഷൻ അങ്ങോട്ട് വേറെ പറഞ്ഞിട്ട് അടുത്ത ബാറിൽ കറക്റ്റ് ആ പിച്ചിൽ നീ വന്ന് പാടി. അത് എക്സലന്റ്. ഇറ്റ് വാസ് എക്സലന്റ് കൺട്രോൾ ഇൻ യുവർ വോയിസ്. പിന്നെ ഒരു സാധനം എനിക്ക് കേട്ടില്ല, എന്തോ ഒരു സാധനം ഒരു സംഗതി പാടിയല്ലോ പല്ലവി തുടക്കത്തില്, ഒരു റിപ്പീറ്റിട്ട് പോലെ എക്കോട്ട പോലെ ഒരു സാധനം ഫാസ്റ്റായിട്ട്. അയ്യോ അതെന്ത്, ഇതൊന്നല്ല, ഇതിനേക്കാൾ സ്പീഡ് ഉണ്ടായിരുന്നു. തേനാട്ടം അയ്യോ. അത് വിത്ത് ആ ടെമ്പോന്റെ കൂടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഐ ലവ് ഇറ്റ്. ഒന്നും പറയാനില്ല, സൂപ്പർ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓ കിട്ടലൻ കമന്റ്സ്. ഇനി മാർക്സ് എത്ര ഉണ്ടാവും നോക്കാം. ചോദിക്കാം. ബിഫോർ ദ മാർക്സ്. ഓക്കെ, ഇതൊരു സിംഗാരി സരക്ക് എന്ന് പറഞ്ഞൊരു പാട്ടല്ല, രാജാ സാറിന്റെ തന്നെ ഇതുപോലെ ഒരു പാട്ടുണ്ട് പറ്റിയുള്ള പാട്ട്. ആമാ. ನೆಲ ಅಥವಾ ನದ ಮೇಲೆ ಪಲಾನದ ಓಡದ ಮೇಲೆ, ನೆಲ ಅಥವಾ ನದ ಮೇಲೆ ಪಲಾನದ ಓಡದ ಮೇಲೆ, ಒಂದಾಡದ ತೇಡದ ಒನ್ನ ಹೊಯ್ಯ என்ன பொழுதான போதும் துணை ஒண்ணு வேணும், இளங்கால ஆட்டம் விடிஞ்சாதான் போகும். ನೆಲ ಅದು ವಾನದ ಮೇಲೆ ಪಲಾನದ ಓಡದ ಮೇಲೆ, ಒಂದಾಡದ ತೇಡದ ಒನ್ನ ಹೊಯ್ಯ என்ன ಹೊಯ್ಯ அது என்ன. ஆடு பாம்பே விளையாடு பாம்பே, ஆடு பாம்பே விளையாடு பாம்பே, ஆடு பாம்பே விளையாடு பாம்பே, ஆடு பாம்பே விளையாடு பாம்பே. അളിയാ എല്ലാം സെറ്റ്. എന്നാ പിന്നെ മാർക്സിലേക്ക് പോവാ. ഓക്കെ, ചോദിക്കളിയാ. ശരത് സർ. മോനെ, എന്താ സാർ? നിനക്ക് ഞാൻ 9.6. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി 9.8. താങ്ക് യു മാം. മഞ്ചരിക്ക് തലക്ക് പിടിച്ചു. ബച്ചൻ സർ. ഓ അഭി, ടോട്ടൽ എത്രയാണെന്നറിയോ? 98.4. സൂപ്പർ.